DSM ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പേഴ്സണാലിറ്റിയിൽ ഏറ്റവും ആദ്യം നമ്മൾ കാറ്റഗറി ആക്കിയേക്കുന്നത് ഒരു ക്ലസ്റ്റർ എ കാറ്റഗറിയാണ്. ഈ ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേന് അവർ സമൂഹത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട്, അതായത് ഈ സമൂഹത്തോട് കൂടി ചേർന്ന് ജീവിക്കുന്നതിന് പകരം അവർ കുറച്ച് വ്യത്യസ്തരായിട്ടാണ് ജീവിക്കുന്നത്. സമൂഹത്തെ ആകമാനമായിട്ട് മറ്റൊരു ആംഗിളിലാണ് അവർ കാണുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഒരു മിസ്ട്രസ്റ്റ് അഥവാ വിശ്വാസമില്ലായ്മ, ഒരു സംശയം, അഥവാ സമൂഹമായിട്ട് കൂടിച്ചേരാൻ ആഗ്രഹമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറി ആണ് ഈ ക്ലസ്റ്റർ എയിൽ വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് 3 ടൈപ്പ് പേഴ്സണാലിറ്റീസാണുള്ളത്. അതായത് പാരനോയിഡ് പേഴ്സണാലിറ്റി, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ആൻഡ് സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി. ഈ 3 തരമാണുള്ളത്. പാരനോയിഡ് എന്ന് പറയുന്ന വാക്ക് നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ്. സംശയം, ഒറ്റ വാക്കിൽ അതിന് നമ്മൾ അയാളൊരു പാരനോയിഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെല്ലാം സംശയമാണ്, അയാൾക്ക് ആരെയും വിശ്വാസമില്ല. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിക്കാരെയാണ് ഈ പാരനോയിഡ് എന്ന് പറയുന്നത്. അവർക്ക് ആരെയും വിശ്വാസം ഉണ്ടാവില്ല, ആരെയും അവർ വിശ്വാസത്തിൽ എടുക്കില്ല. മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണെന്നും അതിനകത്ത് തന്നെ നല്ലൊരു പങ്ക് ആൾക്കാരും ഈ നമ്മളോട് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയോട് എന്തോ അയാൾക്ക് എന്തെങ്കിലും ദോഷം വരുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവരാണ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിക്കാർ. പിന്നെ വരുന്നതാണ് സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും സമൂഹത്തിൽ അധികം ഇടപഴകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ എപ്പോഴും ലോണേഴ്സ് എന്ന് പറയും, LONER, ലോൺ. അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം. സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ വളരെ കംഫർട്ടബിളാണ്. അവർ പറയും, നമ്മൾ അവരോട് നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അഥവാ നീ എല്ലാവരുടെയും കൂടെ എന്ന് പറയുമ്പോഴത്തേന് പറയും, നോ ഞാനിവിടെ കംഫർട്ടബിളാണ്, എനിക്കിതാണ് ഇഷ്ടം എന്ന് പറയും. കൂട്ടുകാരൊന്നും അവർക്ക് അങ്ങനെ കാണത്തില്ല. പ്രത്യേകിച്ചും അവർക്കൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്കൊരു ആൺ പെൺ സൗഹൃദം അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സൗഹൃദം അവർക്കുണ്ടാവില്ല. അവർക്കത് ഇഷ്ടമില്ല. അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് അവർ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ആഗ്രഹമുണ്ട്, എല്ലാവരുമായിട്ടും ഇടപെടണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. അവരുടെ ചിന്ത വെച്ചാൽ അതായത് മറ്റുള്ളവരെ കാട്ടിയൊക്കെ ഇത്തിരി ഡിഫറെൻ്റാണ് ഞാൻ, അഥവാ മറ്റുള്ളവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ ചിന്തകളോ വിചാരങ്ങളോ ഒക്കെ എനിക്കറിയാൻ പറ്റും. അങ്ങനെ ഒരു ഓഡായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ചില ചിന്താഗതികളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കും. ഇതെന്താണ് ഇവരിങ്ങനെ പറയുന്നത്, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് കരുതി ഇവരെ ഈ പേഴ്സണാലിറ്റിക്കാരെ സമൂഹത്തിലുള്ള മറ്റു പേഴ്സണാലിറ്റിക്കാർ അല്ലെങ്കിൽ മറ്റു ജനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും. അഥവാ ഇവർക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നിത്തുടങ്ങും, അയ്യോ ഞാൻ എന്താ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതെന്ന് കരുതി അവർ പതുക്കെ അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് സമൂഹത്തിൽ ഇടപഴകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പറ്റുന്നില്ല. ആ ഒരു കൂട്ടായ്മ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ഇവർ പതുക്കെ അങ്ങ് പിന്മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്.